നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിന് ഭൗതികതയിൽ താല്പര്യം വർദ്ധിക്കും. ഭൗതികതയിൽ താല്പര്യം വർദ്ധിച്ചാലോ ചെവി കൊടുവാ, ചെവി കൊടുത്ത ഉലമാ ഉമറാ അവർക്കാണ് ഏറ്റവും അസൂയ ഉണ്ടാവുക. ആ അസൂയ കൊണ്ട് സമുദായത്തിനുണ്ടാകുന്ന നഷ്ടം പോലെ വേറൊന്നും ഉണ്ടാവില്ല. ഇവിടെ കേട്ടോളൂ ഹദീസ്. ഉറങ്ങുന്നുണ്ടാ? ചെന്നായുമല്ല. എങ്ങനത്തെ ചെന്നായ? വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ ഉർസിലാഫി വനമിൻ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് അഴിച്ചുവിടപ്പെട്ടു എങ്കിൽ ഈ 2 ചെന്നായ്ക്കളും ആ ആടിൻകൂട്ടത്തിന് കേടുവരുത്തുകയില്ല. സ്ഥാനമാനത്തോടും ധനത്തോടും ഒരു ആർത്തി പൂണ്ട മനുഷ്യൻ സമുദായത്തിൽ കേടുവരുത്തുന്ന എല്ലാവർക്കും എനിക്കടക്കം ചിന്തിക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞത്. ഇനി ആർക്കാണ് സ്ഥാനമാനത്തോടും പണത്തോടും ആർത്തിയുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. പൈസ ഉണ്ടാക്കാം, നല്ല ഉറുപ്പൻ നോട്ടിനെ കെട്ടിങ്ങനെ കയ്യിലുണ്ടാകും. അതൊന്നും വേണ്ടാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ആർക്കെങ്കിലും ഏറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് അറിയിക്കുകയാണ്. അങ്ങനെയൊക്കെ വേണം മുസ്ലിംന്ന്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി ദയവായിട്ട് ആ പൈസ ഇങ്ങോട്ട് എത്തിച്ചെന്നാൽ മതി. ആർക്കും വേണ്ടാത്ത എനിക്ക് വേണം, ആർക്കും വേണ്ടാത്ത എനിക്ക് വേണം, ആർക്കും വേണ്ടാത്ത എനിക്ക് വേണം. അനുമാനത്തോടും ധനത്തോടും ഒരു ആർത്തി പൂണ്ട മനുഷ്യൻ സുന്നത്ത് ജമാഅത്തിനെ സമ്പത്ത് ജമാഅത്തെന്ന് വിളിച്ചു പോകുന്ന നിങ്ങളുടെ സ്തുതിപാഠകർ ഒന്നുകൂടെ കേൾക്കട്ടെ. ഖാല റസൂലുള്ളാഹി ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. ഇമാം തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ സമൂഹങ്ങൾക്കും നാശമുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാലു, എന്റെ സമുദായത്തിന്റെ നാശം ധനമാണെന്ന് മുഹമ്മദ് നബി. ആർക്കും വേണ്ടാത്ത എനിക്ക് വേണം, ആർക്കും വേണ്ടാത്ത എനിക്ക് വേണം. സുന്നി പണ്ഡിത നേതൃത്വവും സുന്നി ജനലക്ഷ്യങ്ങളും കൈകളിയുടെ മണ്ണിൽ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ശക്തമായി മുന്നോട്ടിറങ്ങുമ്പോൾ അസൂയാലുക്കൾക്ക് അതും ദഹിക്കാറില്ല. ഇത് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം മഹാനായ താജുൽ ഉലമയ്ക്കും ഖമറുൽ ഉലമയ്ക്കും പിന്നിൽ അണിനിരന്ന ലക്ഷങ്ങൾ സംഗമിച്ച പ്രവാചക പ്രേമ സാഗരം. إذا الكريم تجلى باسم منتقم فإنا من جودك دنيا وضرتها ومن علومك علم اللوح والقلم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأماني لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ? ആമീൻ പറഞ്ഞാൽ പോലെ പണിയുണ്ട്. പൈസ പോക്കറ്റിലിട്ടിട്ട് ആമീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസാണ് പോകുന്നല്ലാതെ അതിനോട് കാര്യമില്ല. പണിയുണ്ട്, പണിയുണ്ട്. ചില കാര്യത്തിൽ ആമീൻ എന്ന് പറഞ്ഞാൽ പോലെ പണിയെടുക്കണം. جمعت معنى التوحيد لا إله إلا الله وأدلت بلا مزيد لا إله إلا الله كرر أيها المريد لا إله إلا الله ذاكرها لا يشقى لا إله إلا الله لا ينال فرقا لا إله إلا الله هي العروة الوثقى لا إله കൈരളിയുടെ മണ്ണിൽ ഇപ്രകാരമൊരു പ്രവാചക പ്രേമ സാഗരം തീർത്തപ്പോൾ അസൂയാലുക്കൾ അവിടെയും രംഗത്തിറങ്ങി. നിങ്ങളൊന്ന് കേൾക്കുക അവരുടെ നേതാവിന്റെ ഒരു അസൂയമൂത്ത ഉപദേശം. അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാവുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പല ആദ്യം ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും ഒക്കെ ഉണ്ടല്ലോ. ഇതിന്റെ പേരിൽ അന്നത്തെ അസൂയ വെക്കും.
الدنيا أقل من القليل وعسفها أذل من الذليل الدنيا أقل ഇതിന്റെ പേരിൽ അങ്ങനത്തെ അസൂയ വെക്കും الدنيا أقل من القليل وعسفها أذل من الذليل കാരണം പൈസയും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ പേരിൽ അങ്ങനത്തെ അസൂയ വെക്കും. അസൂയ ആർക്ക് മൂത്തുവെന്ന് ചരിത്രം വിധിയായിട്ടു. ഏതെങ്കിലും കാസറ്റിന്റെ പുറത്ത് അസൂയ മൂത്തുവെന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് കാസറ്റിന്റെ പുറത്ത് ഏതെങ്കിലും അക്ഷരമാല കൂട്ടിയിട്ട് കാര്യമില്ല. അസൂയ ആര് മൂത്തുവെന്ന് ചരിത്രം വിധിയെഴുതും. അസൂയ ആർക്ക് മൂത്തുവെന്ന് സദസ്സ് വിധിയെഴുതും. മൗലവിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ അനുയായികൾക്കും സുന്നി പണ്ഡിതന്മാരെയും സുന്നി സംഘങ്ങളെയും കാണുമ്പോൾ അസൂയ തോന്നുന്നുവെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അനുയായികളും കൂടിയിരുന്ന് ഒരു കാര്യം ചെയ്യുക. അസൂയ തോന്നുന്നവർ ഇന്റെ കാര്യം ഇന്റെ റബ്ബാണ് കൊടുക്കുന്നവര് എന്ന് കരുതുക. പിന്നെയോ പിന്നെ എനിക്കും തുടർന്ന് വിചാരിക്കാം, ഇന്റെ അവിടെ ഒരു കമ്മിണ്ട്, അത് ഞാനൊന്ന് നന്നാക്കാം. ഇന്റെ അവിടെ ഒരു കമ്മിണ്ട്, അത് ഞാനൊന്ന് നന്നാക്കാം. ഇന്റെ അവിടെ ഒരു കമ്മിണ്ട്, അത് ഞാനൊന്ന് നന്നാക്കാം. ഇനി പറയണോ നിങ്ങളുടെ അടുക്കലുള്ള കമ്പി എന്താണെന്ന്? ആലിമിനോട് അസൂയയുണ്ടാകും, വായിലിനോട് അസൂയയുണ്ടാകും, കാത്തിബിനോട് അസൂയയുണ്ടാകും, എഴുത്തുകാരനോട് അസൂയുണ്ടാവും. അങ്ങനെ ഉണ്ടാവുക. എങ്ങനെയാണ് അസൂയ അങ്ങോട്ടും കൊണ്ട് വല്ലാതെ ഉണ്ടാവും. നല്ല എഴുത്തുകാരെ പറ്റിയൊക്കെ മുഴുവനും വെട്ടിയിട്ട് പോയി എം കൃഷ്ണൻ നായർ. അങ്ങനെയാണ്. എല്ലാ നല്ല നാമ്പും അയാൾ ഒടിച്ചു പോയി. അങ്ങനെയാണ്. പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. ഇനി പറയുക, കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞു നടക്കുന്നയാളുടെ മനോഹരമായ പ്രഭാഷണ സീഡികൾ ആർക്കൊക്കെയാണ് എത്തിക്കേണ്ടത്? കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കേരളത്തിലെ മുഴുവനും രാഷ്ട്രീയ അധികാരികളിലേക്കും എല്ലാ മുഖ്യമന്ത്രി അടക്കം എല്ലാവരിലേക്കും എന്താണ് ഇസ്ലാമിന്റെ അന്യ സമൂഹത്തോടുള്ള രീതി എന്ന് പഠിക്കാൻ ആ കേസറ്റ് കേരളത്തിലെ എല്ലാ അന്യ സമുദായക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഈ സദസ്സിനോട് വസിയത്ത് ചെയ്യുകയാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഒരു അന്യ സമുദായക്കാരനെ ഒന്ന് തോണ്ടിയാൽ അള്ളാഹു സ്വർഗത്തിൽ കടത്തൂലാണ് മുഹമ്മദ് നബി ഞങ്ങൾ പറഞ്ഞത്. ഇമാം ബുഖാരിയാണ് അദബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കാം, കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞു നടക്കുന്നയാൾ ആരാണെന്നോ? പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. നിങ്ങൾ ലാഭ്യോപകരാണെങ്കിൽ ഈ ലാഭ്യങ്ങളെ പഠിപ്പിച്ച കൊടിയേരിക്കെതിരെയല്ലേ നിങ്ങൾ ലാഭ്യിച്ചത്? ആർക്കാണ് ഇവിടെ ഹിമവൽ പ്രധാനതയോട് ബന്ധമുള്ളത്? വലിയ ആത്മീയവാദിയായിരുന്നല്ലോ നിങ്ങളുടെ പങ്കിന്റെ വീട്ടാണ്. വലിയ ആത്മീയവാദിയാണല്ലോ പങ്കിന്റെ വീട്ടാണ്. 1975 ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തുണ്ടായ ഭീകരവാദിയെ പ്രതിഷേധിച്ചുകൊണ്ട് മുടിവെട്ടാണ് നടക്കുന്നതിനുള്ള പങ്കിന്റെ വീട്ടാണ്. രാജ്യത്തുള്ള എല്ലാ മുട്ടാളന്മാരോടും രാജ്യത്തിലെ എല്ലാ കപടാത്മീയവാദികളോടും എല്ലാവരും രഹസ്യബന്ധമുള്ളവരിലെ ഈ പങ്കിന്റെ വീട്ടാണ്. ഈ കൊടിയേരിയോട് ബന്ധമില്ലാത്ത ഇവിടെയുള്ള ഈ രാജ്യത്തെ സേവകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുന്ന ഒരുപാട് സമാജികളായ ഈ രാജ്യത്തെ കപടാത്മീയവാദികളോട് ബന്ധമുള്ളവരല്ലേ നിങ്ങളുടെ കൊടിയേരി? പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാ പുണ്യാമ്പും വെട്ടി ഒഴിവാക്കും. നിങ്ങളുടെ സഹോദരന്മാരായ പോലീസുകാരെ എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ കാറ്റിയുള്ളവരാണോ നാട്ടിൽ നന്മാരപ്പോൾ? അല്ല, നിങ്ങൾ വിചാരിച്ചിട്ടല്ല നടക്കുന്നത്. പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാ പുണ്യാമ്പും വെട്ടി ഒഴിവാക്കുക. ആ കേസറ്റ് കേരളത്തിലെ എല്ലാ അന്യ സമുദായക്കാരായ നമ്മുടെ സഹോദരങ്ങൾക്കും എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ ഈ സദസ്സിനോട് വസിയത്ത് ചെയ്യുകയാണ്.